പാലക്കാട് തണ്ണിമത്തനടിയിൽ ഒളിപ്പിച്ച നിലയിൽ സ്ഫോടക വസ്തു കൊണ്ടുവന്ന സംഭവത്തിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു. പിക്കപ്പ് വാഹനത്തിന് അകമ്പടി വന്ന കാർ ഡ്രൈവർ തമിഴ്നാട് സ്വദേശി ദുരൈരാജാണ് അറസ്റ്റിലായത്. ബുധനാഴ്ച രാത്രിയായിരുന്നു വൻ സ്ഫോടക ശേഖരം പിടികൂടിയത്. ഷാരിഖ് നവാസ് ഉണ്ട് പാലക്കാട്ട് വിവരങ്ങളുമായി. ഷാരിഖ്, എന്താണ് വിശദാംശം? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ ബുധനാഴ്ച രാത്രി ഏകദേശം 8:30 പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ വെച്ച് പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ ഒരു വാഹനം പിന്തുടർന്ന് പിടികൂടിയത്. ഈ പിക്കപ്പ് വാനിൽ നിന്ന് പോലീസ് തണ്ണിമത്തനുകൾ ആദ്യം കണ്ടെടുത്തു. അതിനടിയിലായിട്ട് തണ്ണിമത്തനുകൾക്കിടയിലായി നിറയെ പെട്ടികൾ ഉണ്ടായിരുന്നു. അതായത് 100-ലധികം പെട്ടികളാണ് അതിലുണ്ടായിരുന്നത്. അത് പോലീസ് ആ പെട്ടികൾ പൊളിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് 18,000 ജലാറ്റിൻ സ്റ്റിക്കുകളും 4,800 ഡിറ്റനേറ്ററുകളും പോലീസ് അതിൽ നിന്ന് കണ്ടെടുത്തു. അന്ന് തന്നെ അവിടെ ഈ വാഹനം ഓടിച്ചിരുന്ന തമിഴ്നാട് സ്വദേശി സെന്തിൽ കുമാറിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വാഹനത്തിന് അകമ്പടി വന്ന ഒരു കാർ ഉണ്ടായിരുന്നു. ഈ കാർ ഓടിച്ചിരുന്ന തമിഴ്നാട് സ്വദേശി ദുരൈരാജിനെയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് തമിഴ്നാട്ടിൽ ചെന്ന് അന്വേഷണം നടത്തി ഇയാളെ പിടികൂടിയത്. ഇയാളെ ഇപ്പോൾ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇത് തണ്ണിമത്തനുകൾക്കിടയിലാണ്. തണ്ണിമത്തനുകൾ കേരളത്തിലെ വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുക എന്ന വ്യാജേനാണ് ഇവർ വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ കേരളത്തിലേക്ക് കടത്തിയിരുന്നത്. കോഴിക്കോട് അല്ലെങ്കിൽ തൃശൂർ ജില്ലകളെ കേന്ദ്രീകരിച്ചാണ് ഇവർ ഈ സ്ഫോടക വസ്തു ഇവിടേക്ക് എത്തിച്ചിരുന്നത്. എന്നാൽ ഈ വാഹനം ഓടിച്ചു വന്നിരുന്ന പിക്കപ്പ് വാൻ ഓടിച്ചു വന്നിരുന്ന ഡ്രൈവർക്ക് പോലും അറിയില്ലായിരുന്നു ഇത് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്. ഇത് ഇവർ നേരത്തെ തന്നെ പറഞ്ഞുകൂട്ടിയ ഒരു സ്ഥലത്ത് ഈ വാഹനം ഇവർ നിർത്തിയിട്ട് പോകും. അവിടെ നിന്ന് മറ്റൊരു ഡ്രൈവറാണ് ഈ വാഹനം പിന്നെ തുടർന്ന് കൊണ്ടുപോകുക. അപ്പൊ ഇത് എവിടേക്കാ പോകുന്നതെന്ന് ഈ സെന്തിൽ കുമാറിന് പോലും അറിയില്ല. ഇതിന് പിന്നിൽ വൻ മാഫിയകൾ ഉണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഇത് കോറി ആവശ്യങ്ങൾക്ക്, അതായത് കരിങ്കൽ കോറി ആവശ്യങ്ങൾക്കായാണ് കൂടുതൽ ഉപയോഗിക്കുന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്നാലും പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. വരും ദിവസങ്ങളിലും കൂടുതൽ അറസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നത്. ഇനിയും ഷാരിഖ് നവാസാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.